കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. ഒരു ഭർത്താവ് ഫയൽ ചെയ്ത് അത് ഭാര്യയ്ക്ക് അതിൽ തോൽക്കുകയും ഭർത്താവ് ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഭാര്യ CRPC 125 പ്രകാരം ചെലവിന് ഒരു കേസും കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ആ കേസിൻ്റെ ഫൈനൽ റിസൾട്ട് ഭർത്താവിന് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്നുള്ളതാണ് നമ്മളൊരു ഹൈക്കോടതി വിധിയോട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ് പറഞ്ഞത്: വൈഫ് വോളണ്ടറി ഡെസേർഷൻ ഓഫ് ദി മാട്രിമോണിയൽ ഹോം വിത്തൗട്ട് ജസ്റ്റിഫയബിൾ കോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവ് ഒരുക്കി കൊടുക്കുന്ന മാട്രിമോണിയൽ ഹോമിൽ താമസിക്കേണ്ട ഭാര്യ അങ്ങനെ താമസിക്കാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ ആ മാട്രിമോണിയൽ ഹോമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. The husband succeeded in his petition under Section 9 of Hindu Marriage Act. അതാണ് RCR അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് എന്ന് പറയുന്നത്. ആക്ട് triggering the wife to file under Section 125 CRPC petition subsequently dismissed leading to an appeal എന്നാണ് പറയുന്നത്. ഒരേ സമയം ഭാര്യ CRPC 125 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഭർത്താവ് ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 9 പ്രകാരം ഒരു റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റും ഫയൽ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചത്? ഭാര്യയുടെ CRPC 125 എന്ന് പറയുന്ന ആ പെറ്റീഷൻ കോടതി ഡിസ്മിസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. Then next point നോക്കുക. The central argument revolves around the wife voluntary dissolution of the matrimonial home without justifiable cause, residing separately for over a decade without any effort to reconcile എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കേസിൽ പ്രധാനമായിട്ടും കോടതി പരിഗണിച്ചത് ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ ഏകദേശം ഒരു 10 വർഷക്കാലത്തോളം യാതൊരു വിധത്തിലുമുള്ള കൂടിച്ചേരലുകൾക്കും ശ്രമിക്കാതെ അകന്നു നിന്നു എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ കോടതി പ്രധാനമായിട്ടും പരിഗണിച്ചിട്ടുള്ളത്. സോ ദ സബ്സ്റ്റാൻഷിയേറ്റഡ് എവിഡൻസ് ഹാസ് എമേർജ്ഡ് to confirm the husband's willful neglect or refusal to provide support എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല ഭർത്താവ് ഈ ഭാര്യയെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതിനോ അല്ലെങ്കിൽ ഈ ഭാര്യയെ അവഗണിച്ചു എന്നുള്ളതിനോ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടീവായിട്ടുള്ള എവിഡൻസ് ഹാജരാക്കുവാനും ഇവിടെ ഭാര്യയ്ക്ക് സാധിച്ചില്ല. ദ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ കോൺസിക്വൻ്റ്ലി ദ പ്രീ റിക്വസ്റ്റ് സെറ്റ് ഇൻ സെക്ഷൻ 125 CRPC ഹാവ് നോട്ട് ബിൻ ഫുൾഫിൽഡ്. അതുകൊണ്ട് CRPC 125 പ്രകാരം ഒരു ഭാര്യയ്ക്ക് ഇൻ്ററിം മെയിൻ്റനൻസോ ലഭിക്കുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒന്നും തന്നെ ഇവിടെ സബ്മിറ്റ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുവാനായിട്ട് ഭാര്യയെ കൊണ്ട് ഇവിടെ സാധിച്ചില്ല. Then, as a result, the family court rightfully dismissed the wife plea, ലീഡിങ് ടു ദി അപ്പീൽസ് ഡിസ്മിസൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ടീഷൻസ് CRPC 125 പ്രകാരം ഭാര്യയ്ക്ക് ചെലവിന് കിട്ടാനുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ ഇവിടെ വരാത്തത് കൊണ്ട് ഭാര്യയുടെ ആ ഒരു കേസ് അല്ലെങ്കിൽ ആ പെറ്റീഷൻ ഫാമിലി കോടതി എന്ത് ചെയ്തു? ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ദ കോർ കണ്ടൻഷൻ റിമെയിൻസ് ദ വൈഫ് വോളണ്ടറി ഡിപ്പാർച്ചർ ഫ്രം ദ മാട്രിമോണിയൽ അബോർഡ് ആൻഡ് പ്രൊലോങ്ഡ് സെപ്പറേഷൻ വിത്തൗട്ട് എനി അറ്റംപ്റ്റ് അറ്റ് റീകോൺസിലേഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഭാര്യ യാതൊരു വിധത്തിലുള്ള കൂടിച്ചേരലുകൾ നടത്തുവാനായിട്ടുള്ള മീഡിയേഷൻസോ അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖാന്തരമുള്ള ചർച്ചകളോ അനുരഞ്ജന ചർച്ചകളോ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് കോടതി നിരീക്ഷിച്ചു. ദ നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ദ ഇൻസഫിഷ്യൻറ്റ് പ്രൂഫ് സപ്പോർട്ട്സ് ദി
ഹസ്ബൻഡ്സ് അലഗ്ഡ് നെഗ്ലക്ട് ഓർ റിഫ്യൂസൽ ടു പ്രൊവൈഡ് സപ്പോർട്ട്. അതായത് ഭർത്താവ് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് കാണിക്കുവാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഭാര്യയ്ക്ക് ഹാജരാക്കുവാനായിട്ട് സാധിച്ചില്ല. ദസ് ദ കണ്ടീഷൻസ് ഔട്ട്ലൈൻഡ് ഇൻ സെക്ഷൻ 125 CRPC റിമെയിൻ അൺമെറ്റ്. അതുകൊണ്ട് തന്നെ CRPC 125 പ്രകാരം ചെലവിന് കൊടുക്കാനായിട്ടുള്ള അർഹത ഭാര്യയ്ക്ക് ഇല്ല. Consequently, the family court rightly dismissed the wife claim, culminating in the rejection of the appeals എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ മുഹമ്മദിയൻ ലോ പ്രകാരമോ നിങ്ങളൊരു RCR ഫയൽ ചെയ്ത് ഈ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി എന്നുള്ളത് ലീഗലി കോടതിയിൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചെലവിന് ചോദിക്കുവാനുള്ള അവകാശം ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കാര്യം മനസ്സിലാക്കണം. ഇനി RCR ഫയൽ ചെയ്യാതെ നിങ്ങൾക്കൊരു ഡിവോഴ്സ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഡിവോഴ്സ് കിട്ടിയാലും ആ സ്ത്രീ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെയോ മരിക്കുന്നത് വരെയോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചെലവിന് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഡിവോഴ്സ്ഡ് വൈഫിന് മെയിൻ്റനൻസ് കിട്ടാനുള്ള അവകാശമുണ്ട്. പക്ഷേ RCR ഫയൽ ചെയ്ത് വിൽ ചെയ്തിട്ടുള്ള ഒരു ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെയിൻ്റനൻസ് പരിപാടിയിൽ നിന്നും ആലിമണിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ബൈ.